അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം പരിപ്പ് കറിയാണ് കേട്ടോ. ഈ പരിപ്പ് കറി ഞാൻ ഉണ്ടാക്കാനൊരു കാരണമുണ്ട്. ആദ്യം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം കേട്ടോ. ഇത് ഈ പരിപ്പിട്ടു, ഒരു 250 ml ഒരു കപ്പിൽ പരിപ്പ്, അതിന് ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, ആ സെയിം കപ്പിൽ തന്നെ 2.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചേ. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു 4 വറ്റൽമുളകും കുറച്ച് ജീരകവും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്യുക കേട്ടോ. ഞാൻ ക്രഷ് ചെയ്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, നിങ്ങളൊന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ അതേ നമ്മൾ ചട്ടി വെച്ച് താളിക്കാൻ പോവുകയാണേ. ആദ്യം തന്നെ കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം വീണ്ടും കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കേട്ടോ. എന്നിട്ട് ആ വറ്റൽമുളകൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ചതച്ച് വെച്ചതുണ്ടല്ലോ, അത് ഇതിനകത്തിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക, നമ്മൾ കടുക് വറക്കുന്ന പോലെ. അത് നന്നായിട്ട് മുരിഞ്ഞ ശേഷം കുറച്ച് ഏറെ മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ മല്ലിയില കേട്ടോ. മല്ലിയിലയുടെ സ്വാദാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ടാൽ പിന്നെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പൂടെ തട്ടി ഉപ്പും ചേർത്താൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ. ഇതുണ്ടാക്കാനുള്ള പ്രധാന കാരണം എൻ്റെ ബ്രദർ പുറത്താട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പം അവൻ്റെ മെസ്സിൽ സ്ഥിരം കിട്ടിക്കൊണ്ടിരുന്ന കറിയാണ് പരിപ്പ് കറിയും ബീഫും. അപ്പം നാട്ടിൽ വന്നപ്പോൾ തൊട്ട് അവൻ പറയുക, എൻ്റെ മെസ്സിൽ ഒരു പരിപ്പ് കറിയുണ്ട്, അത് സൂപ്പറാണ്, നീ എങ്ങനെയെങ്കിലും അതിൻ്റെ റെസിപ്പി കണ്ടുപിടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഞാൻ അവന് വേണ്ടി അതിൻ്റെ റെസിപ്പി കണ്ടുപിടിച്ച് ട്രൈ ചെയ്ത് ഇന്ന് പരിപ്പ് കറിയും ബീഫും കേട്ടോ. ബീഫിൻ്റെ റെസിപ്പി പുറകേ വരുന്നുണ്ട്. അപ്പോൾ ഈ പരിപ്പ് കറി എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഹെൽത്തിയുമാണല്ലോ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ. അപ്പോൾ കോക്കപ്പൻ ഇന്ന് ഞാൻ ഈ പരിപ്പ് കറിയും കൂട്ടിയാണ് ചോറ് കൊടുത്തത്. അപ്പോൾ ഇതാണ് ഇന്ന് പരിപ്പ് കറി ഉണ്ടാക്കാനുള്ള കാരണം.